ഹായ്. ക്യാൻഡിൽ സ്റ്റിക്ക് എന്താണെന്നും അതുപോലെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഇനി നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കിലെ മോസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ഏതാണെന്നും അതുപോലെ തന്നെ മോസ്റ്റ് ബിയറിഷ് ക്യാൻഡിൽ ഏതാണെന്നും ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ക്യാൻഡിലിന്റെ പേരാണ് മറുബോസ്. ഓക്കെ, സോ ഈ ഒരു ക്യാൻഡിൽ ബുള്ളിഷ് ആണെങ്കിൽ അതിനെ നമ്മൾ ബുള്ളിഷ് മറുബോസ് എന്ന് വിളിക്കും. ഇനി ബിയറിഷ് ആണെങ്കിൽ അതിനെ നമ്മൾ ബിയറിഷ് മറുബോസ് എന്ന് വിളിക്കും. സോ ഈ ഒരു ക്യാൻഡിൽ പറയുന്ന സ്റ്റോറി എന്താണെന്ന് നോക്കാം നമുക്ക്. സോ ക്യാൻഡിൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു അല്ലെ. നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു ക്യാൻഡിലിന് ഷാഡോ ഇല്ല അല്ലെ, താഴെയും ഷാഡോ ഇല്ല, മേലെയും ഷാഡോ ഇല്ല അല്ലെ. സോ ഇതിന്റെ ഓപ്പൺ ചെയ്ത പ്രൈസിനേക്കാൾ പ്രൈസ് താഴോട്ടേക്കും പോയിട്ടില്ല, ക്ലോസ് ചെയ്ത പ്രൈസിനേക്കാൾ പ്രൈസ് മുകളിലോട്ടും പോയിട്ടില്ല. സോ നമ്മൾ നോർമലി നമുക്ക് ഒരു ക്യാൻഡിൽ നമ്മൾ കാണേണ്ടത് ഇങ്ങനെയാണ് അല്ലേ, ഇങ്ങനെ ഒരു ഷാഡോസ് ഒക്കെ ഉള്ള ഒരു ക്യാൻഡിലാണ് അല്ലേ. അതായത് ഇവിടെ ഒരു ഹൈ ഉണ്ടാവും, ഇവിടെ ഒരു ലോ ഉണ്ടാവും, ഇവിടെ ഓപ്പൺ ഉണ്ടാവും, ഇവിടെ ക്ലോസ് ഉണ്ടാവും. സോ ഈ ഒരു കേസിൽ എങ്ങനെയാണ്, ഇവിടെ ഓപ്പൺ ഈസ് ഈക്വൽ ടു ലോ ആണെന്നാ പറയുന്നത്. അതായത് ഓപ്പൺ ചെയ്ത പ്രൈസ് എത്രയാണോ ആ ഒരു പ്രൈസ് തന്നെയാണ് ഇതിന്റെ ലോ പ്രൈസ്. അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത പ്രൈസ് എത്രയാണോ ആ ഒരു പ്രൈസിൽ തന്നെയാണ് ഇതിന്റെ ഹൈ പ്രൈസ്. അതായത് ക്ലോസിംഗ് ചെയ്ത പ്രൈസിന്റെ മുകളിലോട്ട് പോയിട്ട് ഒരു ഹൈയും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഓപ്പൺ ചെയ്ത പ്രൈസിനേക്കാൾ താഴെ പോയിട്ട് ഒരു ലോയും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്. ബട്ട് ഇവിടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയയിൽ എന്താണ് പ്രൈസ് കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് മേലോട്ട് പോകുന്നതിൽ പ്രൈസ് കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. ബട്ട് ഓപ്പൺ ചെയ്ത പ്രൈസിനേക്കാൾ പ്രൈസ് താഴോട്ട് പോയിട്ടില്ല, ക്ലോസ് ചെയ്ത പ്രൈസിനേക്കാൾ പ്രൈസ് മുകളിലോട്ടും പോയിട്ടില്ല. അപ്പം അതാണ് പോയിന്റ്. സോ ഇവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, മാർക്കറ്റിൽ കൂടുതലും ബയേഴ്സ് ആവും ഉണ്ടാവുക അല്ലെ. സെല്ലേഴ്സ് പ്രൈസ് ഇങ്ങനെ കൂട്ടി 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 പോകുന്നുണ്ടെങ്കിലും ആ പ്രൈസ് കൂടുന്ന പ്രൈസ് കൊടുത്ത് വാങ്ങാൻ മാർക്കറ്റിൽ ഇഷ്ടംപോലെ ബയേഴ്സ് ഉണ്ടാവും. സോ അതിന്റെ പ്രൈസ് ഇങ്ങനെ കൂടി 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 പോയി. അങ്ങനെയാണ് ഇവിടെ ബയേഴ്സ് മീൻസ് ക്യാൻഡിൽ പറയുന്നത് എന്താ, ഈ ഒരു ക്യാൻഡിൽ കൂടുതൽ ബയേഴ്സ് ആണുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലാണ് മോസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ. അതായത് ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്കിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പവർഫുൾ ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബിയറിഷ് മർബോസ്. അതായത് ബുള്ളിഷ് മർബോസിന് നമ്മൾ ഓപ്പൺ ചെയ്ത പ്രൈസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ക്ലോസ് ചെയ്ത പ്രൈസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബിയറിഷ് മർബോസിന് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അത് എന്തുകൊണ്ടാണ്, ബുള്ളിഷ് മർബോസ് എന്ന് പറയുന്ന ക്യാൻഡിൽ പ്രൈസ് കൂടുന്ന സമയത്ത് ഫോം ചെയ്യുന്ന ക്യാൻഡിലാണ്, എന്നാൽ ബിയറിഷ് മർബോസ് എന്ന് പറയുന്ന ക്യാൻഡിൽ പ്രൈസ് കുറയുന്ന സമയത്ത് ഫോം ചെയ്യുന്ന ക്യാൻഡിലാണ്. സോ ഈ ഒരു ക്യാൻഡിൽ പറയുന്ന സ്റ്റോറി എന്താണ്, പ്രൈസ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്, ഓപ്പൺ ചെയ്ത പ്രൈസിനേക്കാൾ മുകളിലോട്ട് പോയിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത പ്രൈസിനേക്കാൾ താഴോട്ട് പോയിട്ട് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതായത് ഓപ്പൺ ചെയ്ത പ്രൈസും അതിന്റെ ഹൈയും ഒരേ പ്രൈസ് തന്നെയാണ് അല്ലെ. അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത പ്രൈസും അതിന്റെ ലോയും ഒരേ പ്രൈസ് തന്നെയാണ്. സോ ബുള്ളിഷ് മർബോസിൽ നമ്മൾ പറഞ്ഞത് ഫുള്ളി ബയേഴ്സ് ആണ് മാർക്കറ്റിലെങ്കിൽ ബിയറിഷ് മർബോസിന് ഫുള്ളി സെല്ലേഴ്സ് ആണ് മാർക്കറ്റിലുള്ളത്. സോ ബുള്ളിഷ് മർബോസിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് ബിയറിഷ് മർബോസ്. സോ മർബോസ് എന്ന് പറഞ്ഞ ക്യാൻഡിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ക്യാൻഡിലിനെ പറ്റി പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.